ഈ മലയാള മനോരമയെ ഞാൻ ഇങ്ങനെ കരുതിയിരുന്നില്ല കേട്ടോ. കഥകളല്ല, പല പല കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അതും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ABC-യിൽ തന്നെ നമ്മുടെ പ്രൊഫസർ കോന്നി ഗോപകുമാർ ചില വസ്തുതകൾ വെളിപ്പെടുത്തുകയും ഇന്റഗ്രേറ്റഡ് ഫൈനാൻസിയേഴ്സിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആഗോള ഭീമന്മാരിൽ നിന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി പണം വാങ്ങിയ ജേർണലിസ്റ്റുകളുള്ള ഒരു പത്രമെന്നുള്ള അഭിമാനവും കൂടി ഒരുപാട് പൊങ്ങച്ചം പറയുമല്ലോ മനോരമ. ആ കൂട്ടത്തിൽ ഇതിലും കൂടെ പറയും. ജോർജ് സൊറോസിൻ്റെ ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ഒരു പത്രം എന്ന് മലയാളിക്ക് അഭിമാനിക്കാവുന്ന പത്രം കൂടിയാണ്. ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടെന്ന് അവരെ അവകാശപ്പെടുന്ന ഈ മലയാള മനോരമ എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളല്ല, എനിക്ക് പണ്ടേ അറിയാവുന്ന സത്യങ്ങൾ തന്നെയാണ്. തോംസൺ ഫൗണ്ടേഷനിലൊക്കെ അവർ പണ്ട് തന്നെ അവരുടെ ആൾക്കാരെ അയച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കെഴുത്തെന്ന് പറയുന്നത് അവിഹിതമായിട്ടുള്ള വിദേശ ഫണ്ടുകൾ, അങ്ങനെ അവരുടെ സഹായങ്ങൾ ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു പത്രസ്ഥാപനമാണ് ഇത്. അതുപോലെ തന്നെ അവർക്ക് അങ്ങോട്ടും വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിതെന്നുള്ളത് വളരെ സുവിദിതമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് ഇലോൺ മസ്കിൻ്റെ ഉപദേശമനുസരിച്ച് ഇപ്പോൾ നിർത്താൻ പോകുന്നത് ഏതാണ്ട് 211 കോടി ഡോളറിൻ്റെ സഹായമാണ് ഇന്ത്യയുടെ ഇലക്ഷൻ പ്രോസസ്സിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അവർ നീക്കി വെച്ചിരുന്ന തുക. അതായത് കൂടുതൽ പേരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് കൂടുതൽ പേരെ വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായിട്ട് അവരുടെ ഏത് ഗവൺമെൻറ് വരണമെന്ന് അവർ തീരുമാനിക്കും. ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയിലാണ് താല്പര്യം, ബൈഡന് രാഹുൽ ഗാന്ധി വരാൻ. അതിനനുസരിച്ച് കോൺഗ്രസ്സുകാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തുകയാണിത്. ഏതാണ്ട് കോടിക്കണക്കിന് ഇന്ത്യൻ രൂപ വരും. ആ തുക കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത്രയും കോടി രൂപ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അങ്ങനെ കൊടുക്കണ്ട. ചെലവ് ചുരുക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ പിരിച്ചു വിട്ടല്ലോ. അവിടെ ഇവരുടെ പ്രക്ഷോഭമൊന്നുമില്ല, അവിടെ NGO യൂണിയനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രക്ഷോഭമൊന്നുമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന ഒന്നാണ് ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പത്രക്കാർക്ക് കൊടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന തുക. ഇത് കൈപ്പറ്റിയുള്ള പലരും പല പത്രങ്ങളിലും ഉണ്ട്, മനോരമയിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ തുകയൊക്കെ കൈപ്പറ്റിക്കൊണ്ടാണ് ഇവർ വലിയ വലിയ മാധ്യമ വിദഗ്ധരായിട്ട് കൈക്കൂലിക്കെതിരെ, അഴിമതിക്കെതിരെ, ഇങ്ങനെയുള്ള അവിഹിത സ്വാധീനങ്ങൾക്കെതിരെ ഒക്കെ പലതരത്തിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവരെല്ലാം അരവിന്ദ് കേജ്രിവാൾ ആണ് എന്ന് തോന്നുന്നു. ലഹു അങ്ങനെയായിരുന്നല്ലോ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണല്ലോ, പിന്നാണല്ലോ നമ്മൾ സത്യം പറഞ്ഞത്. പക്ഷേ അരവിന്ദ് കേജ്രിവാൾ എത്ര ചെറുതായി പോകുന്നു ഇവരുടെയൊക്കെ മുമ്പിൽ. ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തിയിട്ട് അവിഹിതമായിട്ട് പണം പറ്റുന്ന പലരും ഉണ്ട്. അവരാണിപ്പോഴും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മളെ ധർമ്മം പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, മലയാള മനോരമയുടെ തന്നെ ലോഗോ ഉണ്ട്. എഡിറ്റോറിയൽ പേജിലാണ് അത് വരുന്നത്, മുൻവശത്തല്ല. ആ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ലോഗോയുടെ മധ്യത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്ന ഒരു സംസ്കൃത സൂത്രമുണ്ട്. അതിതാണ് ധർമ്മോസ്മത് കുലദൈവതം. അതിൻ്റെ അർത്ഥം ധർമ്മമാണ് ഞങ്ങളുടെ കുലദേവത എന്നാണ്. ധർമ്മം ഭയങ്കര ധർമ്മമാണ് പണ്ട് മുതലേ. നോക്കൂ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പന്തല്ലൂർ ക്ഷേത്രം എന്നാണ് ഈ പറയുന്നത്. പന്തല്ലൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ആ ക്ഷേത്രത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള മാനവേദൻ വിക്രമൻ നമ്പൂതിരി പാട്ടമായിട്ട് കൊടുത്ത, അന്ന് മാനവേദ വിക്രമൻ രാജാവ്, നമ്പൂതിരിയല്ല, ക്ഷത്രിയനാണ്, രാജാവ് പാട്ടമായിട്ട് കൊടുത്തതാണ്. തുച്ഛമായ തുകയ്ക്ക്, വളരെ 50 രൂപ എന്തോ മറ്റോ. ആ തുകയ്ക്ക് അന്ന് പാട്ടം കൊടുത്തിരുന്ന സ്ഥലം മൊത്തം 800 ഏക്കറോളം വരും. 700 സംതിങ് ആണ്, 700.83 എന്ന് പറഞ്ഞാൽ ഏകദേശം 800 നമുക്ക് ലളിതമായിട്ട് പറയാൻ വേണ്ടി. ആ 800 ഏക്കർ ഭൂമി മനോരമ അങ്ങ് കൈവശം വെച്ച് അനുഭവിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാ? പട്ടിണിപ്പാവങ്ങൾക്ക് കുടിയേറാൻ വേണ്ടിയിട്ടുള്ളതല്ല, അവരുടെ തന്നെ എസ്റ്റേറ്റാക്കി മാറ്റുകയായിരുന്നു. അവിടെ കാപ്പി, റബ്ബർ, അങ്ങനെ തേയില തുടങ്ങിയ കൃഷികളൊക്കെ കൈവശം വെച്ച് ചെയ്ത് അനുഭവിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഈ മനോരമ KM മാത്യുവിൻ്റെ കാലത്തൊക്കെ ധാരാളമായിട്ട് അവരുടെ എസ്റ്റേറ്റുകളിൽ പോകാൻ വേണ്ടി കാറുകളിൽ ഇങ്ങനെ യാത്രകൾ നടത്തുമായിരുന്നു.
അങ്ങനെ യാത്രകളൊക്കെ നടത്തി അവിടെ എസ്റ്റേറ്റിലെ എല്ലാവിധ സൗകര്യങ്ങളും ഫാം ഹൗസും എല്ലാ സൗകര്യങ്ങളോട് കൂടി സുഖലോലുപരായിട്ട് കഴിയുകയാണ്. ഈ പത്രം വാങ്ങിക്കുന്നവരെല്ലാം പാവപ്പെട്ട ആൾക്കാർ. അങ്ങനെ അവിടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ അനുഭവിച്ചും വന്ന വസ്തു അതിൻ്റെ കാലാവധി കഴിഞ്ഞു. കാലാവധി എന്ന് പറഞ്ഞത് 1918 തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോൾ വസ്തു വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചു. അവിടുത്തെ കലക്ടർ ഉന്നയിച്ചു, RDO ഒക്കെ ഉന്നയിച്ചു. റവന്യൂ പരമായിട്ടുള്ള ചുമതലയാണ്. അപ്പോൾ അവരിത് വിട്ടുകൊടുക്കത്തില്ല. പാട്ടം വീണ്ടും പുതുക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ധർമ്മവിരുദ്ധമായിട്ട് മനോരമ ചെയ്ത ഒരു കാര്യം, ഈ 800 ഏക്കറാണല്ലോ കൊടുത്തത്, ഇതിൽ പകുതി അവർ വിറ്റഴിച്ചു. അവർ പണം കൈക്കലാക്കി. അവർ പണം സ്വന്തമാക്കി. അതിനിപ്പോൾ ഒരു കണക്കുമില്ല. ഒരു ദേവസ്വം വിചാരിച്ചാലും ഒരു ഗവൺമെൻറ് വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പോകും. മനോരമ അത് വിറ്റ് കാശാക്കി. അല്ല, ഇതിന് പഴക്കമുണ്ടോ? നാളുകൾക്ക് മുമ്പാണോ ഇത്? രാജഭരണകാലത്താണ്, ബ്രിട്ടീഷുകാരുടെ ഭരണം വരുന്നതിന് മുമ്പ് വെച്ച് അനുഭവിച്ചത്. അവരിങ്ങനെ എല്ലാവർക്കുമായിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് തിരുവിതാംകൂറിൽ നിന്നുമൊക്കെയുള്ള കർഷകർ കുടിയേറി അവിടെ കാട് തെളിച്ച് അവരെയാണ് KM മാണി പിൽക്കാലത്ത് അധ്വാന ശക്തി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ അധ്വാന ശക്തി എന്ന് വിശേഷിപ്പിച്ചത്. പല സ്ഥലങ്ങളിലും അങ്ങനെ രാജാക്കന്മാർ കൊടുത്തിട്ടുള്ളതാണ്. ആ രാജാക്കന്മാർ കൊടുത്തിട്ടുള്ളൊരു വസ്തുവാണ് മുനമ്പത്തെ വഖഫ് ഭൂമി എന്ന് പറഞ്ഞിപ്പോൾ അവകാശപ്പെട്ട് വലിയൊരു വിവാദമായിരിക്കുന്നത്. അപ്പം ഇത് രേഖപ്രകാരം മാനവിക്രമ രാജാവ് ഓഗസ്റ്റ് 23 കോഴിക്കോട് സാമൂതിരി അവരുടെ ഉടമസ്ഥതയിലാണ് ആ ക്ഷേത്രവും അതുപോലെ തന്നെ ഈ വസ്തുവും. 60 വർഷത്തെ പാട്ടത്തിനാണ് ഇത് കൊടുത്തിരുന്നത്. 60 വർഷത്തെ പാട്ടം. ആ പാട്ടമാണ് ഞാൻ അവസാനിച്ചു എന്ന് പറഞ്ഞത്. റബ്ബർ, കാപ്പി, തേയില തുടങ്ങിയ കാർഷിക വിളകളാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഭൂമി. ആദ്യ 30 വർഷം പ്രതിവർഷം 350 രൂപ പ്രകാരവും പിന്നീടുള്ള 30 വർഷം പ്രതിവർഷം 500 രൂപയുമായിട്ടായിരുന്നു പാട്ട വ്യവസ്ഥ. പാട്ടക്കാലാവധി അവസാനിക്കുന്ന 2018 അല്ല, 2003 ആഗസ്റ്റ് 25 ശേഷം പാട്ടക്കാർക്ക് ഭൂമിയിൽ അവകാശം ഉണ്ടാകില്ലെന്ന് കരാറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും പേരെ കുലപതിയായിട്ടുള്ള മനോരമയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പത്രമുത്തശ്ശിയായിട്ടുള്ള മനോരമയ്ക്കും അതിൻ്റെ ഉടമസ്ഥർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വാർത്തയായിട്ട് കൊടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ പാട്ടത്തിൻ്റെ കാലാവധി തീർന്ന് എന്തേ അവരറിഞ്ഞില്ല? അങ്ങനെയല്ല. അത് സ്വന്തമാക്കാൻ വേണ്ടി കുടില ബുദ്ധി പ്രയോഗിച്ചവർ സ്വന്തമാക്കാനുള്ള കുറുക്കു വഴികൾ തേടി ഭൂമിയുടെ പേരിൽ സ്വന്തമായി കരമടച്ചു. അവരുടേതല്ലാത്ത ഭൂമിയുടെ പേരിൽ പത്രമാണല്ലോ, പത്രസ്ഥാനത്തിൻ്റെ ഒരു ക്ലൗട്ടുണ്ടല്ലോ. മനോരമയിൽ നിന്നാണോ എന്നാൽ വാങ്ങിച്ചു കളയാമെന്ന് വില്ലേജ് ഓഫീസറും വിചാരിച്ച് കാണും. പേടിച്ചു പോകില്ലേ? അല്ലെങ്കിൽ കുഴപ്പം വരുമെന്ന് ഇപ്പോഴും ആ പേടിയുണ്ട് മനോരമയെക്കുറിച്ച് പലർക്കും. മനോരമയെക്കുറിച്ച് വാർത്ത വരാത്തതിൻ്റെ ഒരു കാരണം അതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, മറ്റു പത്രങ്ങൾ ഈ വാർത്ത വരാത്തതിൻ്റെ കാരണം മനോരമയും മാതൃഭൂമിയും കൗമുദി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സംഘടനയുണ്ട്, IENS, ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി. അവിടെ വലിയ ഐക്യമായി ഇവർ തമ്മിൽ, മത്സരം ഇപ്പുറത്തെ നടക്കുന്നത്. അപ്പോൾ പരസ്പരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് അവരെ ബാധിക്കാവുന്ന വാർത്തകൾ കൊടുക്കരുതെന്ന്. ഇത് ഞാൻ ഇതിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് ഒരു ലേഖനം ഞാൻ കേരളമോദി കൊടുക്കാൻ പറ്റും. അന്നത്തെ എഡിറ്ററായിരുന്ന ഗോപികൃഷ്ണനോട് പറഞ്ഞു, അവർക്കെതിരായിട്ടുള്ള ഒരു വാർത്തയും കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദം ഇല്ല. ഇതാണ് ഗോപികൃഷ്ണൻ പറഞ്ഞത്. എത്ര വസ്തുതകളുണ്ടെങ്കിലും ആ പത്രത്തിൽ വരത്തില്ല. അതാണ് ഈ പത്രങ്ങളുടെ എല്ലാം ഒരു പത്രധർമ്മം. സത്യം പറയുക എന്നുള്ളതല്ല, ചിലതൊക്കെ കൊടുക്കാതിരിക്കുക എന്നുള്ളതും ധർമ്മത്തിൻ്റെ ഭാഗം. മനോരമ അതിൽ നിന്ന് വ്യത്യസ്തമാണോ? അവർ പല സ്റ്റോറികളും പ്ലാന്റ് ചെയ്യാറുണ്ട്. ചിലരെ തകർക്കാൻ വേണ്ടി പ്ലാന്റ് ചെയ്ത സ്റ്റോറികൾ ഉണ്ടാക്കാറുണ്ട്. അത് മനോരമയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. അവർ ആഗ്രഹിക്കുന്ന ആൾ നേതൃത്വത്തിൽ വരണം. ഉമ്മൻചാണ്ടി അവരുടെ ഒരു പ്രൊട്ടീജായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിനെ എതിർത്തന്നെ K. കരുണാകരൻ തകർക്കാനായിട്ട് ധാരാളം വാർത്തകൾ കൊടുക്കും. അതിന് പറയുന്ന ക്യാമ്പയിനാണ്, പ്ലാന്റഡ് സ്റ്റോറീസ് കൊണ്ട് ഒരു ക്യാമ്പയിൻ. അതിൽ വളരെ വിദഗ്ധനായിരുന്നു 8ാമത്തെ മോതിരം അല്ലേ, ആ പുസ്തകം എഴുതിയ KM മാത്യു എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിനെ എല്ലാവരും പുകഴ്ത്തുകയുള്ളൂ. ആ ക്യാമ്പയിൻ ജേർണലിസം എന്നാണ് പറയുന്നത്. ആ ക്യാമ്പയിൻ ജേർണലിസത്തിൻ്റെ കുലപതിയായിരുന്നു അദ്ദേഹം. ക്യാമ്പയിൻ ജേർണലിസം ഒന്നത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, തിരുവല്ലക്കാരനായിട്ടുള്ള ചെറിയാൻ്റെ പേരിലാണ് അന്ന് ഇത് വസ്തു വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള KC മാമൻ മാപ്പിള, ചെറിയാൻ്റെ മകൻ എന്നുള്ളതിലാണ് C എന്ന് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ എന്തായാലും ബന്ധു ആ കണ്ടത്തിൽ കുടുംബത്തിൽപ്പെട്ടത് തന്നെ. പിന്നെ അവിടെ നിന്നാണ് KM മാത്യുവിലേക്ക്, മാമൻ്റെ മാപ്പിള എന്നുള്ള എൻ്റെ എമ്മ വന്നിരിക്കുന്നു, KM മാത്യുവിലേക്ക് വിൽക്കാലം വന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മാമൻ മാപ്പിള, അങ്ങനെ ആ പരമ്പര തുടരുകയാണ്. പിന്നെ ജയന്ത് മാമൻ അദ്ദേഹത്തിൻ്റെ മകൻ, ആ പരമ്പര ഇങ്ങനെ നീളുകയാണ്. കണ്ടത്തൽ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയാണ് മനോരമ. മക്കൾ വന്നു കഴിഞ്ഞാൽ പല റെസിഡൻ്റ് എഡിറ്റർമാരായിട്ട് നിയോഗിക്കും. അങ്ങനെ അവർ തുടർന്ന് വന്ന ഒരു കള്ളത്തരം, 400 ഏക്കർ നേരത്തെ കള്ളത്തരത്തിൽ കൂടെ പുറത്താക്കി. ഈ ബാക്കി 400 കൈവശം വെച്ച് അനുഭവിക്കുക പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും. ഇതാണോ ധർമ്മം? ഇതാണോ നിങ്ങളുടെ ധർമാസ്മത് കുലദൈവതം എന്ന് പറയുന്നത്? ധർമ്മം കൊണ്ട് അധർമ്മം തന്നെയാണ് കാണിച്ചത്. പക്ഷേ അധർമ്മമല്ല, അത് അനീതിയുണ്ടെന്ന് കോടതി കണ്ടെത്തി, ഡിവിഷൻ ബെഞ്ചാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് അത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ തൽക്കാലം വിട്ടുകൊണ്ടിരിക്കുകയാണ്. മനോരമ ആദ്യമായിട്ട് തോക്കുന്ന ഒരു കേസാണിത്. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയുള്ള കേസുകളെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മനോരമയാണ്. അങ്ങനെയാണ് യാക്കോബായ സഭ എപ്പോഴും തോറ്റുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വളരെ കഷ്ടം പിടിച്ച ഒരു കേസെന്ന് പറഞ്ഞാൽ ടോംസിനെതിരായിട്ട് അവർ കൊടുത്ത കേസാണ്. ടോംസൺ ആയിരുന്നു വാസ്തവത്തിൽ ബോബനും മോളിയുടെ ശില്പി. സ്വന്തം മക്കളുടെ പേരുകൾ പോലും ബോബനും മോളി എന്നാണ്. ആ മനുഷ്യനെ ചതിച്ചുകൊണ്ട് അതിൻ്റെ അവകാശം അവരെ കൈക്കലാക്കി കോടതി വിധി വന്നപ്പോൾ, കലാമോദിയൊക്കെ അതിനെതിരെ ലേഖനങ്ങൾ എഴുതിയതാണെന്ന് അറിയാം. കലാകമതി അത് സ്വന്തമാക്കിയിരുന്നു, ബോബനും മോളിയും. അതിനെതിരെയും കേസ് വന്ന് കോടതിയിൽ മനോരമയാണ് കേസ് ജയിച്ചത്. ധർമ്മം കലാമോദിയുടെ ഭാഗത്താണ്, ടോംസിൻ്റെ ഭാഗത്താണെങ്കിൽ. അങ്ങനെ ആ ധർമ്മത്തെ തോൽപ്പിച്ചുകൊണ്ട് അവർ കേസ് ജയിച്ചു. അതുകൊണ്ട് മനോരമയെ അഭിമാനപ്പെട്ടവർക്കെല്ലാം പേടിയാണ് കേസിൽ. പക്ഷേ പന്തല്ലൂർ ക്ഷേത്ര സംരക്ഷണ സമിതി മനോരമയ്ക്കെതിരെ ഈ കേസ് ജയിച്ചു. പാട്ടക്കരാർ കാലാവധി റദ്ദാക്കി. ഈ 800 ഏക്കറിൽ 400 ഏക്കർ പകുതിയേ ഉള്ളൂ. ആ പകുതി ഇപ്പോൾ അവർക്ക് കൈമാറാൻ വേണ്ടി പറഞ്ഞിരിക്കുക. പക്ഷേ ഇനിയും നമുക്ക് അത് ക്ഷേത്രത്തിന് പോകും. മലബാർ ദേവസ്വത്തിന് അത് അന്തിമമായിട്ട് കിട്ടുക. അതുകൊണ്ടാണ് ദേശാഭിമാനി ഇത്ര സന്തോഷിച്ചിട്ട് ആ വാർത്ത കൊടുക്കാൻ തയ്യാറായത്. അതിൻ്റെ വെബ് ഡെസ്ക്. ക്ഷേത്രം ഭാരവാഹികൾ ഭൂമി വിട്ടു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഇനി വേണമെങ്കിൽ മനോരമ സുപ്രീം കോടതി പോയി, പണമുണ്ടല്ലോ. 2021 ഭൂമി തന്നെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഏറനാട് തഹസീൽദാർ, അതിൻ്റെ തഹസീൽ വരുന്നത് ഏറനാടാണ്, നിർദ്ദേശം നൽകുകയുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി വിജയിച്ചിരിക്കുകയാണ്. 16 വർഷത്തെ നിയമ പോരാട്ടം. 16 വർഷമായിട്ട് ഇത് മര്യാദയ്ക്ക് ഇത്രയും പണമില്ലാത്തവരാണോ മനോരമക്കാർ? മദ്രാസ് ഹാർട്ട് ഫൗണ്ടേഷൻ, MRF റബ്ബർ ഫാക്ടറി, എന്തെല്ലാം സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് കൈയാളുന്ന ഈ സ്ഥാപനം നാണമില്ലേ? അതേസമയം ബാംഗ്ലൂരിലെ കെമ്പേഗൗഡ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് ആ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ വ്യവസായം തുടങ്ങാൻ ഒരു കാലതാമസം വന്നു. എന്ത് ചെയ്തു പുള്ളി? ഈ കെമ്പേഗൗഡ അദ്ദേഹത്തിൻ്റെ ഭൂമി മുഴുവൻ അവിടുത്തെ കൃഷിക്കാർക്ക് ആദായകരമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക, വ്യവസായം തുടങ്ങുന്നതുവരെയൊക്കെ. അതാണ് ധർമാസ്മത് കുലദൈവതം എന്ന് പറയുന്നത്. ഇതിപ്പോൾ മനോരമയുടേത് അധർമാസ്മത് കുലദൈവതം എന്നിപ്പോൾ പച്ചയായിട്ട് അവരുടെ തനി നിറം പുറത്ത് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോന്നി ഗോപകുമാർ പറഞ്ഞതുപോലെ അവർക്ക് ഈ പാശ്ചാത്യരായിട്ടുള്ള ഇന്ത്യയെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ടുള്ള പണമിടപാടുകളുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് നേരിട്ട് ഉള്ള പണമിടപാടുകളുണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന. RSSൻ്റെ ഓർഗനൈസേഷൻ, RSSൻ്റെ ഒരു ജിഹ്വയാണത് പറയുന്നത്, ഓർഗനൈസർ അതാണത് പറയുന്നതെങ്കിലും അതൊക്കെ നമുക്കിപ്പോൾ മനോരമ സത്യവും ധർമ്മവും പുലർത്തുന്ന പത്രമാണെങ്കിൽ നമ്മളത് തള്ളിക്കളയുമായിരുന്നു. പക്ഷേ കേരളത്തിലെ സംഭവങ്ങൾ പോലും തെളിയിക്കുന്നത് ഇത് അധാർമികമായിട്ടുള്ള പോക്കാണ്. മനോരമ അതിൻ്റെ വാർത്ത ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ, മറ്റു പത്രങ്ങളെ പോലെ തന്നെ. സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ടതല്ലേ വാർത്തയായിട്ട്? തങ്ങൾക്കെതിരെയുള്ളതൊന്നും കൊടുക്കത്തില്ല. ഒരു പത്രത്തെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.